വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളില്ലാതെ ക്രാഷ് ബാരിയറുകൾ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്നത് അപകടകരമായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കട്ടപ്പന വള്ളക്കടവ് റോഡിലുണ്ടായ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ കാരണം റോഡരികിൽ അശാസ്ത്രീയമായി സ്ഥാപിച്ച ക്രാഷ് ബാരിയറാണെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. വാഹനാപകടങ്ങളുടെ തീവ്രത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ അപകടം നടക്കുന്ന വേളയിൽ തീവ്രത വർദ്ധിപ്പിക്കുന്നതായാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കട്ടപ്പന വള്ളക്കടവ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ ക്രാഷ് ബാരിയർ കാരണമായതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചെളിവിടെ വരെയുള്ള ഈ ദേശീയപാതയുടെ ഭാഗമായ ഈ റോഡ് ഒന്നാമതായിട്ട് റോഡിന് വീതിയില്ല. അപ്പോൾ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കട്ടപ്പന ടൗണുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് മുംബൈയിൽ വരുന്ന വാഹനങ്ങൾ ഈ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. റോഡിന് ആവശ്യമായ വീതിയില്ല. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ അപകട സാധ്യത കാണിക്കുന്ന സിഗ്നൽ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ വാരിക്കാറുകൾ കടിച്ചിരിക്കുന്നിടത്ത് സ്റ്റോപ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് വാഹനങ്ങൾ വരുമ്പോഴത്തേനും നേരെ വന്ന് ഇടിക്കുകയാണെങ്കിൽ തന്നെ നേരെ വന്ന് കയറുകയും അപകടത്തിൻ്റെ തീവ്രത വളരെ കൂടുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ഒരു ചെറുക്കൻ അവിടെ അപകടത്തിൽ വിടുകയും ആ ചെറുക്കൻ മരണപ്പെടുകയും ചെയ്തു. അത് തന്നെ അത് പോരാഞ്ഞിട്ട് ഈ റോഡിൻ്റെ സൈഡിലേക്ക് വളർന്നു നിൽക്കുന്ന മരങ്ങൾ, തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ആ ചാഞ്ഞു നിൽക്കുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ടൂ വീലറുകളാണ്. അപ്പോൾ തന്നെ ചെറുവണ്ടികളും അതുപോലെ തന്നെ അപകടത്തിൽപ്പെടുന്നു. ഇന്ന് തന്നെ 2 അപകടങ്ങളോടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാറ് മറിഞ്ഞു, അതിൻ്റെ അപ്പുറത്ത് ഇന്നലെ തന്നെ ഒരു വണ്ടി ഇടിച്ചു, ഒരു ചെറുക്കൻ മരിച്ചു പോവുകയും ചെയ്തു. റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകളുടെ അഗ്രഭാഗം ചെരിച്ചു സ്ഥാപിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ അഗ്രഭാഗത്ത് സേഫ്റ്റി ഗാർഡുകൾ സ്ഥാപിക്കണം. ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രാഷ് ബാരിയറുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. എന്നാൽ ഇവ കൃത്യമായി സ്ഥാപിക്കാതെ വരുമ്പോഴാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നത്. കരാറെടുക്കുന്ന ആളുകൾ ഇതിന് മുതിരാറില്ലെന്നും ആളുകൾ പറയുന്നു. കട്ടപ്പന വള്ളക്കടവ് റോഡിൽ നിരവധി ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ ഇത്തരത്തിൽ അപകടക്കെണിയായി നിലകൊള്ളുന്നുണ്ട്. കൂടാതെ ഈ പാതയെ മറ്റു പാതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വീതിയും കുറവാണ്. കാൽനട യാത്രക്കാർക്ക് റോഡരികിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടും നേരിടുന്നു. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലടക്കം സ്ഥാപിക്കുന്ന തരത്തിലുള്ള ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നതാണ് ഉചിതമെന്നും വാഹന ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു.